രീതിയിലാണ് ഇന്ന് രാവിലെ പോലീസ് പെരുമാറിയത്. ഞാനവിടെ മുറിയിലിരിക്കുവായിരുന്നു. പോലീസുകാർ വന്ന് 3-4 പേര് എന്റെ അടുത്ത് വന്ന് അതിൽ 2 പേര് കൂടെ എന്റെ കയ്യെ പിടിച്ചു പൊക്കി. ഞാൻ ചോദിച്ചു, സാർ എന്ത് അധികാരത്തിലാണ് ഇത് ചെയ്യണത്? ഞാൻ പറഞ്ഞു, സാർ പറഞ്ഞു ഇവിടുന്ന് എഴുന്നേറ്റ് പോകണം. ഞാൻ പറഞ്ഞു ഇതെന്റെ ഭവനമാണ്. സാർ പറഞ്ഞു ഇത് പോലീസ് പ്രൊട്ടക്ഷനുള്ള സ്ഥലമാണ്. ഞാൻ ചോദിച്ചത് പോലീസ് പ്രൊട്ടക്ഷനുള്ള സ്ഥലം കാണിക്കാൻ എന്ത് ഡോക്യുമെന്റ് ആണ് സാറിന്? അതേ സാറിനോട് ഇന്നലെ ഞങ്ങൾ ചോദിച്ചതാണ്. അപ്പൊ സാറ് പറഞ്ഞു അതെന്റെ ഓഫീസിലിരിപ്പുണ്ട്, നിങ്ങൾക്ക് വേണേ കോടതിയുടെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടും. ഞങ്ങൾ കോടതിയിൽ അന്വേഷിച്ചു, വെബ്സൈറ്റിൽ അന്വേഷിച്ചു, ഇതൊന്നും കിട്ടാതെ വന്നിട്ട് ഞങ്ങൾ ഈ സാറിനെ തന്നെ ഫോൺ വിളിച്ചു. ജെറി എന്ന് പറയുന്ന അച്ഛൻ ഫോൺ വിളിച്ചിട്ട് സാറ് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് വാട്സാപ്പിൽ അയച്ചു തരാം. ഇന്ന് വരെ ഇത് അയച്ചു തന്നിട്ടില്ല. ഇന്ന് രാവിലെ വന്നപ്പോഴും ഞങ്ങൾ ചോദിച്ചു, സാറിന് ഇവിടെ കയറി നിങ്ങൾക്ക് ഇങ്ങനെ കയറി വളരെ മോശമായി ഞങ്ങളോട് പെരുമാറാൻ എന്ത് അധികാരമാണുള്ളത്? അവർ ഞങ്ങളോട് പറഞ്ഞു ഡോക്യുമെന്റ് ഉണ്ട്, ഇതുവരെയും ഞങ്ങളെ കാണിച്ചിട്ടില്ല. അത് കഴിഞ്ഞപ്പോ പറഞ്ഞു വീണ്ടും എന്നെ അവിടെ 4 പോലീസുകാരോട് പിടിച്ചു. ഞാൻ പറഞ്ഞു എന്നെ പിടിക്കണമെങ്കിൽ നിങ്ങൾ അറസ്റ്റ് വാറണ്ട് കാണിക്കണം. അറസ്റ്റ് വാറണ്ട് കാണിക്കാൻ തയ്യാറായില്ല. ഞാൻ പറഞ്ഞു ഞാൻ പോകില്ല. ഞാനവിടെ അവരുടെ ഇതിനിടയിൽ കൂടുതൽ പോലീസ് ഞാനവിടെ നിലത്ത് വീണിച്ചപ്പോഴത്തേക്ക് പോലീസുകാരെ ചവിട്ടുകൊണ്ടു, എന്റെ എളിക്കിട്ട് ഇടികിട്ടി, എന്റെ പെടലിയില് അവരുടെ കൈ കൊണ്ട് എനിക്ക് ഇപ്പോഴും വേദനയുണ്ട്. ഇവിടെ ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് വേദനിക്കുന്നുണ്ട്. ഞാൻ അലറി. അവര് പറഞ്ഞു ഇവിടുന്ന് പോണം. അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ അറസ്റ്റ് ചെയ്യാതെ സാറിന് കൊണ്ടുപോകാൻ പറ്റില്ല, ഡോക്യുമെന്റ് കാണിക്കാൻ പറഞ്ഞു. ഒരു ഡോക്യുമെന്റും കാണിക്കാതെ ഐ അറസ്റ്റ് യു എന്ന് പറഞ്ഞിട്ടാണ് ആ സാർ, എനിക്കറിയില്ല, പേരറിയില്ല, എനിക്ക് മൊബൈൽ എടുത്തൊക്കെ അവർ തട്ടിപ്പറിക്കാൻ നോക്കിയതുകൊണ്ട് എനിക്ക് അറസ്റ്റ് ചെയ്യുന്നു പറയുന്നത്. അറസ്റ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് എന്നെ അവിടുന്ന് വലിച്ച് 4-5 പോലീസരോട് വലിച്ച് ആദ്യം അവിടെ കാണുന്ന ആ ഒരു മാവിന്റെ ചുവട്ടിൽ ആദ്യത്തെ ഗേറ്റിന്റെ അവിടെ കൊണ്ടുവന്നു. അവിടെ നിലത്തിട്ടു എന്നെ. അത് കഴിഞ്ഞിട്ട് എന്നെ വീണ്ടും അവിടുന്ന് പൊക്കി. അപ്പൊ ഒരു സാർ ഞാൻ വിസമ്മതിച്ചു കഴിഞ്ഞപ്പോഴത്തേന്, ബലം പ്രയോഗിച്ചു കഴിഞ്ഞപ്പോ എന്നെ അറസ്റ്റ് ചെയ്തവര് എന്നാ പറയാ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് എന്റെ അടുത്ത് പറഞ്ഞു, ഒരു പോലീസുകാരൻ പറയുകയാണ് ഇങ്ങനെ ആട്ടിക്കൊണ്ടു പോകാമെന്ന്. നമുക്ക് അത്രയേറെ ക്രൂരമായ രീതിയിലാണ് ഈ പ്രഭാതത്തില് അവര് അരമനയില് എന്റെ ഭവനത്തിലിരുന്ന എന്നെ അവിടെ നിന്ന് വലിച്ചിഴച്ച് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ 21 വൈദികരെ ഞങ്ങൾ ഈ അതിരൂപതയിലെ സർവ്വ വൈദികരുടെയും വിശ്വാസികളുടെയും സന്യസ്തരുടെയും പ്രതിനിധികളാണ്. ഞങ്ങളെയല്ല ആദ്യം പുറത്താക്കേണ്ടത്. ഇവിടെ ഇരിക്കുന്ന ക്രിമിനൽ കൂരിയാണ്. ഞങ്ങൾക്ക് അവരോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ഞങ്ങൾ അവരെ ഫോൺ വിളിച്ചു. ഞങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് തന്നില്ല. ഞങ്ങൾ അപേക്ഷ വെച്ചു പ്രസ്ബിറ്റേറിയം വിളിക്കണമെന്ന്, മറുപടിയില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു തരത്തിലും ഒരു പ്രാവശ്യം ഞങ്ങളുടെ ഗേറ്റിനടുത്ത് വന്നപ്പോ ഞങ്ങളെ കടത്തിവിട്ടില്ല. ഒരു ലോഹം മേടിക്കാൻ വന്നാണ് എന്റെ ഉടുപ്പ് തയ്ച്ചത്. ഞങ്ങളെ കടത്തിവിട്ടില്ല. ഒരച്ഛൻ ഉടുപ്പിന്റെ അളവെടുക്കാൻ വന്നു, കടത്തിവിട്ടില്ല. ഇത്രയും മോശമായി പെരുമാറിക്കഴിഞ്ഞപ്പോ ഗതി കെട്ടിട്ടാണ് ഞങ്ങള് ഈ അരമനയ്ക്കുള്ളിൽ 21 ഞങ്ങൾ ഈ അതിരൂപതയിലെ സർവ്വ വിശ്വാസികളുടെയും സർവ്വസന്യസ്തരുടെയും സർവ്വ വൈദികരുടെയും പ്രതിനിധികളാണ്. ഞങ്ങൾ ഏതാണ്ട് 20-30 മണിക്കൂറോളം ഇതിനകത്ത് ചെലവഴിച്ചിട്ട് 4 പേരതിനകത്തുണ്ട്. ജോഷി പുതുവ, സൈമൺ പള്ളുപ്പേട്ട, ജേക്കബ് പാലക്കാപ്പള്ളി, ജിസ്മോൻ ആറമ്പള്ളി, ഇവര് 4 പേരിലും ഒരാളെങ്കിലും വരികയോ അച്ഛന്മാരെ എന്തിനു വന്നു, എന്ത് പ്രശ്നമുണ്ടായി, എങ്ങനെ ഡയലോഗിന് തയ്യാറാവുക ഇവർ ചെയ്തില്ല. ഇന്നലെ 2 പ്രാവശ്യം ഇന്നലെയല്ല 2 പ്രാവശ്യമായിട്ട് പോലീസുകാരെ പറഞ്ഞു വിട്ടു. ആദ്യം ഒരു സാറ് വന്ന് സംസാരിച്ചു, അവസാനം നിങ്ങൾ പോകണമെന്നൊക്കെ പറഞ്ഞു പോയി. എനിക്ക് തോന്നണേ അനീഷ് ജോയ് സാറാണെന്ന് തോന്നുന്നു, ഐ എം നോട്ട് ഷുവർ. അത് കഴിഞ്ഞിട്ട് ഇന്നലെ വീണ്ടും അതേ സാറ് തന്നെ വന്നു. ഞങ്ങൾ ഇവിടെ സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുമെന്ന് പറഞ്ഞ് ഏതാണ്ട് 11 പോലീസുകാരുമായിട്ടാണ് വന്നത്. വന്നിട്ട് കഴിഞ്ഞിട്ട് സാർ അവിടെ മുഴുവൻ നോക്കിയിട്ട് ഞങ്ങളവിടെ ഇരിക്കണ കണ്ടു, അല്ല സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന കണ്ടില്ല. സാറ് തിരിച്ചു പോവുകയാണ്. ഞങ്ങൾ ചോദിച്ചു സാറെന്താ തിരിച്ചു പോകുന്നത്, എന്തിനാ സാറ് വന്നേ? എനിക്കൊരു ഫോൺ കോൾ വന്നു, ഇവിടെ സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടുവെന്ന്. അപ്പൊ ഞങ്ങൾ ചോദിച്ചു സാറേ ഇവിടെ ആരുടെയെങ്കിലും സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടതായിട്ട് സാറ് കണ്ടോ? ഇല്ല, ഞാൻ കണ്ടില്ല. ഞാനോട് തിരിച്ചു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു സാറിനെ കബളിപ്പിച്ചിരിക്കുന്നു. ഇവിടുത്തെ പോലീസ് ഗവൺമെന്റിന്റെ പോലീസ് സന്നാഹത്തെ ഈ അരമനയിലിരിക്കുന്നവരുടെ അധികാര ദുർവിനിയോഗത്തിലൂടെ വിളിച്ചു വരുത്തി ഞങ്ങളെ പേടിപ്പിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഇവരെന്ത് ചെയ്തു? ഞങ്ങൾ പറഞ്ഞു സാറിനെ വിളിച്ചവരെ സാറ് ഈ അകത്തിരിപ്പുണ്ട്, വിളിക്കണം. ഈ സാറുമാര് പരിശ്രമിച്ചിട്ടൊന്നും ഈ ഫാദർ ജോഷിയും ഫാദർ പാലക്കാപ്പള്ളിയും ഒരു മുറിയിലായിരുന്നെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുക. അവർ മുറി അടച്ചിരുന്നു. താക്കോൽ പഴുതിലൂടെ നോക്കിയപ്പോ ഈ 2 പേരും ഒരു മുറിയിലിരിക്കുന്നതാണ് ഞങ്ങൾ കണ്ടത്. അതുകൊണ്ട് ഞങ്ങൾ കരുതുന്നു അങ്ങനെയാണ്. ഇവര് പോലീസ് ഉദ്യോഗസ്ഥർ വന്നിട്ട് പോലും ഇവര് മുറി തുറന്നില്ല. സാറിനോട് ഞങ്ങൾ പറഞ്ഞു 11 പോലീസുകാരുടെ സാന്നിധ്യത്തിൽ പോലും മുറി തുറന്ന് പുറത്തിറങ്ങാൻ പേടിയുള്ളവർക്ക് എന്തിനാണ് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് നിങ്ങൾ കൂട്ടു നിൽക്കുന്നത്? അങ്ങനെ സഞ്ചാര സ്വാതന്ത്ര്യം അവർക്ക് നിഷേധിച്ചു എന്ന് പറഞ്ഞ അതേ സാറിനോട് ഞങ്ങൾ ചോദിച്ചു, സാറ് ഞങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന സാറ് വരുമോ? സാറ് വരുമെന്ന് പറഞ്ഞു. ആ സാറിന്റെ കൂട്ടിൽ നിന്നുകൊണ്ടാണ് ഈ വെളുപ്പിനെ ഈ ക്രൂര കൃത്യം ഞങ്ങളോട് ഇവർ കാണിച്ചത്. അതുകൊണ്ട് ഈ ക്രിമിനൽ കൂരിയെ ഇവിടെ
നിന്ന് പുറത്താക്കുന്നത് വരെ ഞങ്ങളുടെ സമരം ഞങ്ങൾ തുടരും. ഒരു കാര്യം പറയാനുള്ളത് ശ്രീജ, എന്തായാലും ഈ സമരം തുടരാൻ തന്നെയാണ് വൈദികർ തീരുമാനിച്ചിരിക്കുന്നത്. പോലീസ് അതിക്രമിച്ചു കയറി ഇവരെതിരെ ദേഹോപദ്രവം ഏൽപ്പിച്ചുകൊണ്ട് ഇവരെ ബലപ്രയോഗത്തിലൂടെ പുറത്താക്കാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ അതിലൊന്നും വഴങ്ങില്ല. പോലീസിന്റെ ഈ ഒരു നടപടിക്കെതിരെ പ്രതിഷേധം തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള അറസ്റ്റ് വാറണ്ട് പോലും ഇല്ലാതെയാണ്, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു പരാതി പോലും പോലീസ് ഇവരെ കാണിച്ചിരുന്നില്ല. അറസ്റ്റ് വാറണ്ടും ഇല്ലാതെയാണ് ഇവരെ പുറത്താക്കാൻ ശ്രമിച്ചതെന്ന് കൂടിയാണ് ഈ വൈദികർ പറയുന്നത്. എന്തായാലും ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പള്ളി പരിസരത്ത് വീണ്ടും ഒരു സംഘർഷം ഉണ്ടാകുന്ന സാഹചര്യത്തിന് പിന്നാലെയാണ് ഇന്ന് പുലർച്ചെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി ഈ വൈദികരെ, ഈ പ്രതിഷേധം നടത്തുന്ന വൈദികരെ പുറത്താക്കാൻ ശ്രമിച്ചത്. പക്ഷെ അപ്പോഴും ഇവർ പുറത്തേക്കില്ല. ഈ സമരം തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ശ്രീജ.